ഇന്ന് നമുക്ക് പാൽ പൊറോട്ട തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. വളരെ എളുപ്പമാണ് ഈ ഒരു പാൽ പൊറോട്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ലൊരു സോഫ്റ്റ് പൊറോട്ടയാണ്. നമ്മൾ പാൽ ചേർത്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ്. അതേപോലെ ഉള്ളിൽ 2-3 ലെയറായിട്ടാണ് ഉണ്ടാവുക. അപ്പം ഈ ഒരു പാൽ പൊറോട്ട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ ഒരു പാൽ പൊറോട്ട നമ്മൾ തയ്യാറാക്കുന്നത് മൈദയിലാണ്. ഞാനിവിടെ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു പൊറോട്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മൈദ തന്നെ എടുക്കണം. ആട്ടയോ അതോ ഗോതമ്പ് പൊടിയെല്ലാം എടുത്താൽ നമ്മൾ വിചാരിച്ചൊരു ടേസ്റ്റ് കിട്ടില്ല. അപ്പം മൈദ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈദയിൽ തന്നെ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മുട്ടയാണ്. ഞാനിവിടെ 1 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട എടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലെ മുട്ട തന്നെ എടുക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുത്ത മുട്ട ഉപയോഗിക്കരുത്. ഇനി നമുക്ക് ഈ ഒരു മുട്ടനെ ചെറുതായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് അടിച്ചെടുക്കണ്ട. ഈ ഒരു മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒന്ന് മിക്സായി വരുന്നത് വരെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുട്ട നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അടിച്ചെടുത്ത മുട്ട നമ്മുടെ ഈ ഒരു മൈദയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മുട്ട മൈദയിൽ നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. മുട്ട മിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് നെയ്യ് ചേർക്കാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ നിങ്ങളിതിലേക്ക് ഏതെങ്കിലും ഓയിൽ ചേർത്താൽ മതി. വെളിച്ചെണ്ണ ചേർക്കരുത്. ഇപ്പോൾ ഈ ഒരു ഓയിലോ നെയ്യോ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ കട്ടയില്ലാത്ത രീതിയിൽ ഈ ഒരു മുട്ടയും അതേപോലെ ഓയിലും നന്നായിട്ട് മൈദയിൽ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുട്ട നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മൈദനെ പാല് ചേർത്തിട്ട് കുഴച്ചെടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. പാലെടുക്കുമ്പോഴും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, റൂം ടെമ്പറേച്ചറുള്ള പാലെടുക്കാം. അഥവാ നിങ്ങളടുത്ത് തണുത്ത പാലാണ് ഉള്ളതെങ്കിൽ പാല് ചെറുതായി ഒന്ന് ചൂടാക്കുക. അതായത് ഈ ഒരു തണുപ്പ് പോകാൻ വേണ്ടി മാത്രം ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് കുഴച്ചെടുക്കാം. ഞാനിവിടെ ഇപ്പോൾ 1/4 കപ്പ് പാല് കുഴച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടി പാല് നമുക്കിതിലേക്ക് ചേർക്കേണ്ടതുണ്ട്. ഞാൻ വീണ്ടും ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊരു പകുതി പാലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. അതായത് 1/2 കപ്പ് പാലിൻ്റെ 3/4 ഭാഗം പാല് ഒഴിച്ചിട്ടാണ് ഞാനിത് കുഴച്ചെടുത്തിട്ടുള്ളത്. 1/2 കപ്പ് പാല് വേണ്ടി വന്നിട്ടില്ല. അത് നിങ്ങൾ നോക്കിയിട്ട് കുഴച്ചെടുക്കുന്ന സമയത്ത് ആവശ്യമായ പാൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു മാവ് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ ആദ്യം കുഴക്കുന്ന സമയത്ത് ഈ ഒരു മാവ് നന്നായിട്ട് കയ്യിലും പാത്രത്തിലെല്ലാം ഒട്ടിപ്പിടിക്കും. പക്ഷേ നമ്മൾ കുറേ സമയം കൈയെടുക്കാതെ കുഴച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഒട്ടും തന്നെ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ഇപ്പം ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ടുണ്ട്. നമ്മൾ ഈ ഒട്ടിപ്പിടിക്കുന്ന സമയത്ത് കുറേ മൈദ ഇട്ട് വീണ്ടും കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാവ് ഇത്ര സോഫ്റ്റ് ആയിരിക്കില്ല. അപ്പം ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം കയ്യിൽ ഒട്ടിപ്പിടിക്കുമെങ്കിലും നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുക്കുന്ന സമയത്ത് ഇത് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ഇവിടെ മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണിത്. ഇനി നമുക്കിതിന് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഒരു നനഞ്ഞ തുണി ഇട്ടിട്ട് കവർ ചെയ്തിട്ട് വേണം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ വേണ്ടിയിട്ട്. മാക്സിമം ഒരു 1/2 മണിക്കൂർ വെക്കുക. 1/2 മണിക്കൂർ വെക്കാൻ പറ്റില്ലെങ്കിൽ ഒരു 1/4 മണിക്കൂറെങ്കിലും വെക്കാം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു തുണി മാറ്റിയിട്ട് നമ്മുടെ ഒരു മാവ് വീണ്ടും നമുക്ക് ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ മാവ് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുണ്ട്. അതേപോലെ നമ്മൾ നനഞ്ഞ തുണിയിട്ട് കവർ ചെയ്തുകൊണ്ട് ചെറുങ്ങനെ ഒന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അത് പ്രശ്നമില്ല. നമ്മളിതിനെ വീണ്ടും ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ വീണ്ടും ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ചപ്പാത്തിക്കെല്ലാം തയ്യാറാക്കുന്നത് പോലെ ബോൾസാക്കി എടുക്കുക. ഒരു ചപ്പാത്തിക്ക് തയ്യാറാക്കുന്ന വലുപ്പത്തിലുള്ള ഒരു ബോളാണ് ഞാൻ തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ചെറുത് വേണമെങ്കിൽ ചെറുതാക്കുക. അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാം. ഞാനിവിടെ 6 ബോൾസാണ് തയ്യാറാക്കിയിട്ടുള്ളത്.
നമുക്കിതിനെ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കുക. കുറച്ച് മൈദ ചേർത്തിട്ടാണ് ഞാനിത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ചപ്പാത്തി പോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നെയ്യ് തന്നെ ചേർക്കണം, ഓയിൽ ചേർക്കരുത്. അപ്പം നെയ്യ് ചേർത്തതിന് ശേഷം നമുക്കിതുപോലെ മടക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിനെ വീണ്ടും നന്നായിട്ട് പരത്തിയെടുക്കാം. സ്ക്വയറായിട്ടാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. പരത്തുന്ന സമയത്ത് നല്ല നേരിയതായിട്ട് പരത്തിയെടുക്കണം. എത്രത്തോളം നേരിയതായിട്ട് പരത്തിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം നേരിയതായിട്ട് പരത്തിയെടുക്കാം. അപ്പം ഞാനിവിടെ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് മുഴുവൻ മാവും പരത്തിയെടുക്കാം. ഇനി നമുക്ക് പൊറോട്ട എങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് നോക്കാം. ആദ്യം ഒരു പാൻ വെച്ച് പാൻ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പൊറോട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു പൊറോട്ടൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അടിഭാഗം ഒന്ന് ചെറുതായി വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിനെ തിരിച്ചിടാം. വീണ്ടും നമുക്ക് ഈ ഒരു ഭാഗത്തു കൂടി നന്നായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കാം. കുറച്ചധികം തന്നെ നെയ്യ് ചേർത്ത് ഈ ഒരു പൊറോട്ട ചുട്ടെടുക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പൊറോട്ടയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. നിങ്ങൾക്ക് നെയ്യ് ചേർക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഓയിൽ ചേർത്താൽ മതി. പക്ഷേ നെയ്യ് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവൻ പൊറോട്ടയും ചുട്ടെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു പാൽ പൊറോട്ട തയ്യാറാക്കി നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പൊറോട്ടയാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ബീഫ് കറിൻ്റെ കൂടെയും ചിക്കൻ കറിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണിത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.